നമ്മൾ ബയോളജി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡാർവിനിസം അങ്ങനത്തെ ക്ലാസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ നിയോ ഡാർവിനിസം. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ് അർത്ഥം, പുതിയ ഡാർവിനിസം. അതെന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ജെനറ്റിക്സിൽ ഗ്രെഗർ മെൻഡലിൻ്റെ എക്സ്പീരിമെൻസിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് നമ്മൾ ജെനറ്റിക്സ് എന്താണെന്നുള്ള മനസ്സിലാക്കിയതും ട്രാൻസ്ഫർ ഓഫ് ഹെറിഡിറ്റി അതിന് കാരണക്കാർ നമ്മളുടെ സെൽസിൻ്റെ അകത്തുള്ള ജീൻസ് പറഞ്ഞ സാധനങ്ങളെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഈ ഗ്രെഗർ മെൻഡലിൻ്റെ ജെനറ്റിക്സും ഡാർവിൻ്റെ ഡാർവിനിസം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റും രണ്ടും കൂടി കൂട്ടിച്ചേർത്തതാണ് നമ്മളുടെ നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നിയോ ഡാർവിനിസം എന്താണുള്ളത്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണുള്ളത്. അപ്പം ചാൾസ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഗ്രെഗർ മെൻഡലിൻ്റെ ജെനറ്റിക്സിലുള്ള പല കാര്യങ്ങളും അതും കൂടി ഒത്തുകൂട്ടിയ ഒരു കോമ്പിനേഷനാണ് എന്ത്? നിയോ ഡാർവിനിസം. അപ്പം ഇതിൽ നിന്ന് ഇന്നത്തെ ശാസ്ത്രങ്ങൾക്ക് പലതും ആവശ്യമുള്ള ഒരു റെഫറൻസാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഭൂമിയിൽ കാണുന്ന പലതരത്തിലുള്ള വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും, ജീവജാലങ്ങളിലുള്ള വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, അതിന് കാരണം എന്താണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത ഭാഗത്ത് നോക്കാൻ പോകുന്നത്. അപ്പം ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ കാരണം സ്പീസിയേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. സ്പീസിയേഷൻ എന്ന് പറയും. സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്പീഷീസായിട്ട് മാറാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഞ്ചിനെ പറ്റി പഠിച്ചില്ലേ. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ആനിമൽ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിട്ട് വേറെ എവിടെയെങ്കിലും എത്തിപ്പെട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസും അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സിനും ഒക്കെ വരുന്ന മാറ്റങ്ങൾ കാരണം അതിന് പുതിയ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടാവും. അപ്പം ഒരേ ഒരു ആൻസസ്റ്ററിൽ നിന്നിട്ട് നമുക്ക് പലതരത്തിലുള്ള അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ രീതി തന്നെ മാറിപ്പോയതാണ് നമ്മൾ കണ്ടത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഷിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ സ്പീഷീസ് ഉണ്ടാവുക. അപ്പോൾ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് എന്ത്? സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പീസിയേഷൻ നടന്നിട്ടുള്ളത് എല്ലാത്തിനും എന്തുണ്ടാവും? ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടാവും അല്ലേ. അപ്പം ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് എല്ലാ അധികവും എന്തുണ്ടായിട്ടുള്ളത്? പുതിയ സ്പീഷീസ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ സ്പീഷിയിൽ നിന്നും വീണ്ടും മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്റർ ഉണ്ടാവും, അവിടുന്ന് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറി. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ബ്ലൂ കാണുന്ന ഇതുണ്ടല്ലോ, ഇതാണ് എല്ലാത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് ലൈഫ് ഫോം എന്ന് വിചാരിക്കാം. ആ ഫസ്റ്റ് ലൈഫ് ഫോമിൽ നിന്ന് നമുക്ക് ഈ ഡോട്ട് കാണുന്ന ചുവന്ന ഡോട്ടാണ് എന്ത്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ എന്ത്? ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ ഇതായിരുന്നു. നമ്മൾ അറിഞ്ഞ കാലം മുതൽ ഇതാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് പല കാരണങ്ങളും കൊണ്ടും വീണ്ടും ഇത് സ്പ്ലിറ്റായി അല്ലേ, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്ററായി മാറി. ഈ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ബ്രാഞ്ചസ് സംഭവിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ബാക്ടീരിയയായി മാറി. പിന്നെ അടുത്തത് വീണ്ടും ഒരു മോസ്റ്റ് കോമൺ ആൻസസ്റ്ററിൽ നിന്നും ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കിയ ആൻഡ് യൂക്കാരിയ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ യൂക്കാരിയ വീണ്ടും ബ്രാഞ്ച് ചെയ്തിട്ട് പ്രോട്ടിസ്റ്റ, പ്ലാന്റേ ആയിട്ട് മാറി. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ഒരു പുതിയൊരു സ്പീഷീസ് ഉണ്ടായി. അതിൽ നിന്നാണ് ഫഞ്ചായി, അതേപോലെ ആനിമേലിയ അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആർക്കിയ, യൂക്കാരിയ ഇവർ രണ്ട് പേർക്കും അല്ലേ, ഈ ആർക്കിയ അതേപോലെ യൂക്കാരിയ ഇവർക്ക് രണ്ട് പേർക്കും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. പക്ഷേ ബാക്ടീരിയയ്ക്ക് അങ്ങനെ ഇല്ല അല്ലേ. ബാക്ടീരിയയ്ക്ക് അങ്ങനെ ഇല്ല. ബാക്ടീരിയ നേരിട്ടിട്ട് എവിടെ നിന്നാണ് ഉണ്ടായത്? അതിൻ്റെ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഉണ്ടായത്. ഓക്കെ. പിന്നെ പ്രോട്ടിസ്റ്റ, പ്ലാന്റ്സ്, ഫഞ്ചായി, പിന്നെ ആനിമൽസും ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. ആ കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ് ഇവരെല്ലാം ഉണ്ടായത്. ഇതാണ് ആ കോമൺ ആൻസസ്റ്റർ. യൂക്കാരിയ എന്ന് പ്രോട്ടിസ്റ്റ ഉണ്ടായി, പ്ലാന്റ് ഉണ്ടായി, പിന്നെ ഇവരിന്ന് വീണ്ടും ഒരു രണ്ടായി, ഫഞ്ചായി, അനിമാലിയ എന്ന് രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. ഓക്കെ, ഇങ്ങനെ ആണ് സ്പീസിയേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി അപ്പം എന്തുകൊണ്ടാണ് ഈ സ്പീസിയേഷൻ ഉണ്ടാവാൻ കാരണം? ഒരു പോപ്പുലേഷനിൽ അവർക്ക് ഓഫ് സ്പ്രിങ് ഉണ്ടാവാൻ പറ്റും,
അതേപോലെ തന്നെ ഡിഫറൻസസ് ടു റീപ്രൊഡക്ഷൻ ദേ റിമെയിൻ ആസ് എ സിംഗിൾ സ്പീഷീസ്. അപ്പം അവരെല്ലാവരും ഒരുമിച്ചൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ അവർ വേറെ ഒന്നുമല്ല, അവർ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, ഓഫ് സ്പ്രിങ് ഉണ്ടാക്കും. അങ്ങനെ ഒരു സ്പീഷീസ് സിംഗിളായിട്ട് തന്നെ നിൽക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ഐസൊലേറ്റഡായി പരസ്പരം കൂടെ പിരിഞ്ഞു പോയി. അത് എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആവാം, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, എന്തെങ്കിലും കാരണം കൊണ്ട് അവർ അങ്ങോട്ട് അകൽന്ന് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ഇവരുടെ ബോഡിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇവരെവിടെയാണ് പോയി എത്തിപ്പെട്ടത് അതനുസരിച്ചിട്ട് അവരുടെ ബോഡിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഈ വേരിയേഷൻസ് അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവർ പുതിയ സ്പീഷീസായിട്ട് മാറും. ഓക്കെ, അങ്ങനെ പരസ്പരം അവർ ഒരേ സ്പീഷീസാണ്. ഈ മാറ്റങ്ങൾ കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പം ഇവരെന്തായി, ഇവർ സെപ്പറേറ്റ് സ്പീഷീസായിട്ട് മാറും. ഇതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പല റീസൺസാണ് നമ്മളിപ്പം കണ്ടത്. ഇനി ഇതിനൊക്കെ തെളിവ് വേണ്ട, നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, ഇതെങ്ങനെയുണ്ടായി നമ്മൾ തെളിവ് വേണം. അപ്പോൾ ആ ആദ്യ എവിഡൻസ് നമുക്ക് കിട്ടിയത് മോളിക്കുലാർ ബയോളജി എന്നാണ്. അപ്പോൾ മോളിക്യൂൾസ് എന്താ, നമ്മളിപ്പോൾ ഓൾറെഡി കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കേട്ടതാണ് ഈ മോളിക്കുലാർ ലെവൽ എന്താണെന്നുള്ളത്. അപ്പോൾ വളരെ ലോവർ ലെവലുള്ള ഓർഗനൈസേഷൻ നമ്മൾ നോക്കുമ്പം അവിടെ നമുക്ക് ഈ എവിഡൻസ് കാണാൻ പറ്റും. ഒരു എൻസെസ്റ്ററാണ് ഇവർ ഉണ്ടായത്, മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം DNA സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ആ ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ നിന്ന് അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ട് നമ്മളുടെ ഓക്സിജൻ ക്യാരി ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ മോളിക്യൂളിനെ പറ്റി പഠിച്ചപ്പോഴാണ്. അപ്പം ഈ അമൈനോ ആസിഡ്സിൻ്റെ ബീറ്റാ ചെയിൻ, ആൽഫ ചെയിൻ എന്നൊക്കെ അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബീറ്റാ ചെയിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതിൻ്റെ ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ബീറ്റാ ചെയിൻ്റെ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, അത് ഹ്യൂമൻസും ബാക്കിയുള്ള ഓർഗാനിസം നമ്മൾ കമ്പയർ ചെയ്തപ്പം ഇങ്ങനെയൊരു ടേബിളാണ് നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ചിമ്പാൻസിയിൽ ഹ്യൂമൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0, ഗൊറില്ലയിൽ 1, റാറ്റിൽ 31. The similarities and differences at molecular level along with the knowledge obtained from comparative anatomy and paleontology. അപ്പം അമിനോ ആസിഡ്സിൽ വ്യത്യാസമുണ്ട്. ചിമ്പാൻസി നമ്മളുടെ ഇതായിട്ട് ഒരു വ്യത്യാസമില്ല, ബീറ്റാ ചെയിൻ കറക്റ്റ് അതേപോലെ ഉണ്ടാവും. ഗോറില്ല നമ്മൾ ഒരു പ്രോട്ടീൻ്റെ ഒരു അമിനോ ആസിഡ് ബീറ്റാ ചെയിനിൽ വ്യത്യാസമുണ്ട്. റാറ്റും നമ്മളായിട്ട് 31 ബീറ്റാ ചെയിനിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഓർഗാനിസം ഏതാണ്, ഹ്യൂമൻസിന് തൊട്ടടുത്ത ചിമ്പാൻസിയാണ്. ഓക്കെ, ബീറ്റാ ചെയിനിൽ ഹീമോഗ്ലോബിനിൽ ഒരു വ്യത്യാസവും ഇല്ല, സെയിമാണ്. ഗൊറില്ലയിൽ ഒരു വ്യത്യാസമുണ്ട്, അമിനോ ആസിഡിൽ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മോളിക്കുലാർ ലെവലിലുള്ള ഓർഗനൈസേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അനാറ്റമി നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെ പറ്റി പഠിക്കുക. അതാണ് അനാറ്റമി, ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് അനാറ്റമി. പാലിയൻറ്റോളജി നമ്മൾ ഫോസിൽസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ പഠനമാണ് പാലിയൻറ്റോളജി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ പല തെളിവുകളും നമുക്ക് ഇതിന് ഹെൽപ്ഫുള്ളാണ്, എങ്ങനെ ഈ എവല്യൂഷൻ ഉണ്ടായി. അതിൽ ആദ്യത്താണ് നമ്മളെ കമ്പാരറ്റീവ് അനാറ്റമി എന്ന് പറയുന്നത്. അപ്പം ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ 4 limb കൈ അല്ലേ, കൈയിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടോ, ഇതിൽ 4 ആമിൻ്റെ ഭാഗം, ഇത് കാറ്റിൻ്റെ ആമിൻ്റെ ഭാഗം, വെയിലിൻ്റെ ബ്ലൂ വെയിലിൻ്റെ അതിൻ്റെ ഫിന്ന് അല്ലേ, അതിൻ്റെ ഫ്ലിപ്പേഴ്സിന് ഫിൻ എന്ന് പറയുന്ന ഭാഗം, അതേപോലെ തന്നെ ബാറ്റിൻ്റെ വിങ്സ്. നമ്മൾ അനാറ്റമിക്കലി നോക്കുമ്പം സ്ട്രക്ചേഴ്സൊക്കെ ഏകദേശം ഉള്ളിൽ നോക്കുമ്പോൾ ഏകദേശം സെയിം അല്ല വരുന്നത്. പക്ഷേ അതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചറിലും ഫങ്ഷനിലും വ്യത്യാസമുണ്ട്. ഇൻറ്റേർണലായിട്ട് നോക്കുമ്പം അതിൻ്റെ ഓർഗനൈസേഷൻ ഏറെക്കുറെയൊക്കെ ഒരേപോലെ തന്നെയാണുള്ളത്. പക്ഷേ അതിൻ്റെ ഫങ്ഷനും എക്സ്റ്റേണൽ സ്ട്രക്ചറും പുറമേ നിന്നുള്ള കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതാണ് കമ്പാരിറ്റീവ് അനാറ്റമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് തെളിയിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ഒരു പഴയ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നിട്ട് സ്പീസിയേഷൻ നടന്ന് മാറി മാറി വന്നതാണ്. അങ്ങനെ നമുക്കൊരു എവിഡൻസ് കിട്ടി. പിന്നെ അടുത്ത തെളിവാണ് നമ്മൾ ഫോസിൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താ, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലേ, അതാണ് നമ്മൾ എന്താണ് ഫോസിൽസ് എന്ന് പറയുക, റിമെയിൻസ് ഓർ ട്രേസസ് ഓഫ് ഏൻഷ്യൻ ഓർഗാനിസംസ്. അപ്പോൾ ഈ ഓർഗാനിസംസിൻ്റെ കിട്ടിയ അവശിഷ്ടങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് അതിൻ്റെ ബോഡി ഇങ്ങനെയായിരുന്നു ഒക്കെ മനസ്സിലാക്കി അത് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളും നമുക്ക് ഈ എവല്യൂഷൻ സ്പീസിയേഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇതാ അപ്പം ഹ്യൂമൻസിൻ്റെ ആദ്യം ഈ മങ്കീസും ഹ്യൂമൻസും ഒറിജിനേറ്റ് ചെയ്ത പ്രൈമേറ്റ് എന്ന് പറയുന്നത് കോമൺ ആൻസെസ്റ്ററാണ്. ആ പ്രൈമേറ്റ് പിന്നെ ആന്ത്രോപോഡിയ
വേറൊരു സ്പീഷീസായി മാറി. ആ ആന്ത്രോപോഡിയ വീണ്ടും ഇവിടെ ബ്രാഞ്ച് ചെയ്തിട്ട് 2 ഭാഗങ്ങളായി മാറി അല്ലേ. ഒന്ന് ചെറിയ സൈസ് ബ്രെയിൻ ഉള്ളതും ഒന്ന് വലിയ സൈസുള്ള ബ്രെയിൻ ആയിട്ടുള്ളത് മാറിയത്. അപ്പം സെർക്കോപൈത്തിക്കോഡിയ അല്ലേ, ഇത് പൈത്തിക്കോഡിയ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ തലയാണ്, വാലുള്ളതാണ്. ഹോമിനോഡിയ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെയിനിൻ്റെ സൈസ് വലുതാണ്, അത് വാലില്ല. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് മാറി. അപ്പോൾ സെർക്കോപൈത്തിക്കോഡിയയിൽ മങ്കീസാണ് വരുന്നത്. ഹോമിനോഡിയയിൽ ഗിബോൺസ്, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി. അവസാനത്തെ സ്പീഷീസാണ് ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് നമുക്കെല്ലാവർക്കും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരുന്നു. ഇത്രയാണ് തെളിവ് അല്ലേ. സ്പീസിയേഷൻ ഉണ്ടായതിൻ്റെ തെളിവ് ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൽ നിന്നൊക്കെ നമ്മൾ വീണ്ടും കൂടുതലായിട്ട് സയൻസ് ഡെവലപ്പ് ചെയ്തപ്പം നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. ആ നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്തു നിന്നുള്ള വ്യത്യാസങ്ങളും അവിടെ നിന്ന് മാറി മാറി വന്ന ബുദ്ധിശക്തി, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്ന് ഈ ചിമ്പാൻസിൽ എങ്ങനെയായിരുന്നു അവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കും. അപ്പം ഈ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇതെല്ലാം അല്ലേ. അപ്പം എന്താണ് ഈ നെർവസ് സിസ്റ്റം, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ചൂടുള്ളൊരു ഒബ്ജക്റ്റ് തൊടുകയാണ് വിചാരിക്കുക. നമ്മൾ ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ വിരൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്യും അല്ലേ. പെട്ടെന്ന് നമ്മൾ എടുത്ത് മാറ്റും. നമ്മൾ ആരും ആലോചിച്ച് നിൽക്കില്ല. നമ്മുടെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മളങ്ങനെ കൈമാറ്റുന്നത്? ഒരിക്കലും അല്ല അല്ലേ. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ പല ഭാഗങ്ങൾ, സ്കിന്നിൻ്റെ പല ഭാഗത്തായിട്ടും ഈ ഹോട്ട്, കോൾഡ് ആയിട്ടുള്ള സെൻസസ് ഉണ്ടല്ലോ, അത് തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അവരാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ആ നമ്മളുടെ ഹോട്ട് എന്ന് പറയുന്ന ആ കണ്ടീഷൻ, അതിന് നമ്മൾ സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലായി എന്ന് പറയുന്നത് കേട്ടോ. അതിന് നമ്മൾ സ്റ്റിമുലായി എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയും. അത് നേരെ പോകുന്നത് സഡൻ ആയിട്ടുള്ള ആക്ഷൻ എല്ലാം എടുക്കുന്നത് നമ്മളുടെ സ്പൈനൽ കോഡായിരിക്കും. സ്പൈനൽ കോഡിലേക്ക് പോയി സ്പൈനൽ കോഡിലേക്ക് ഇതാരാ കൊണ്ടുപോകുന്നത്? അവിടെയാണ് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെൽസ് എന്ന് പറയുന്ന ന്യൂറോൺസ്, നെർവ് സെൽസ് എന്ന് പറയുന്നത്, ഇവരാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ റിസപ്റ്റേഴ്സ് ഇത് കൂടെ മെസ്സേജസ് ആണ് സെൻഡ് ചെയ്യുന്നത്. ആ മെസ്സേജസ് ആര് ക്യാരി ചെയ്യും? ഈ ന്യൂറോൺസ്, നെർവ് സെൽസ് സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും ക്യാരി ചെയ്യും. അങ്ങനെ നമ്മൾ അതിനെ പ്രതികരിക്കുന്നുണ്ടാവും അല്ലേ. കൈ മാറ്റുന്നതാണ് പ്രതികരണം. ആ പ്രതികരണത്തെ നമ്മൾ എന്ത് പറയും? റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ സ്റ്റിമുലസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ കാരണക്കാരിൽ ന്യൂറോൺസാണ്. അതിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽ. ബാക്കിയുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേക സെൽസാണിത്. അവർക്ക് പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ പറ്റും. സ്റ്റിമുലസ് ഇപ്പം പറഞ്ഞില്ലേ, ഹോട്ടായിട്ടുള്ള കണ്ടീഷൻ, സറൗണ്ടിങ്സിൽ നിന്നും ആ സ്റ്റിമുലസ് വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യും? സൂട്ടബിൾ മെസ്സേജസ് ആക്കും. പ്രധാനപ്പെട്ട സെൻറ്ററായ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇവർ മെസ്സേജ് സെൻഡ് ചെയ്യും. അത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ടാണ് പോവുക, ഇലക്ട്രിക്കൽ മെസ്സേജസ് ആയിട്ടാണ് പോവുക, ചാർജസ് ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അറിയണം. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബാക്കിയുള്ള സെല്ലുകളൊക്കെ ഉള്ള പോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ടാവും, അതേപോലെ ന്യൂക്ലിയസ് ഉണ്ടാവും, വേറെ സെൽ ഓർഗൻസ് എല്ലാം ഉണ്ടാവും. പിന്നെ ഈ സെൽ ബോഡിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ബ്രാഞ്ചിനെ, വലിയ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഇപ്പോൾ സെൽ ബോഡിന് അല്ലെങ്കിൽ സൈറ്റോണിന് ഒരു ബ്രാഞ്ച് വന്ന് ആ വലിയ ബ്രാഞ്ചിന് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയും. ആ ബ്രാഞ്ചിൽ നിന്ന് വീണ്ടും ഇതാ വേര് പോലത്തെ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും. അതിന് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഡെൻഡ്രൈറ്റ്. പിന്നെ ഈ സെൽ ബോഡിയിൽ നിന്ന് നീളത്തിലുള്ള വേറൊരു പാർട്ട് പോകുന്നുണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആ ആക്സോൺ പോയി അവസാനിക്കുന്നത് വീണ്ടും ബ്രാഞ്ചിലാണ്. ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ഈ ബ്രാഞ്ചസിൻ്റെ അറ്റത്ത് കണ്ടോ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അവർ വിളിക്കുന്ന പേരാണ് നെർവ് എൻഡിങ്സ്. ഓക്കെ, ഇതിന് നമ്മൾ നെർവ് എൻഡിങ്സ് എന്നാണ് പറയാം. അപ്പോൾ ഈ നെർവ് എൻഡിങ്ങും അടുത്ത ന്യൂറോണിൻ്റെ ഒന്നുകിൽ ഡെൻഡ്രൈറ്റോ അല്ലെങ്കിൽ അടുത്ത ന്യൂറോണിൻ്റെ ആക്സോണൈറ്റോ അല്ലെങ്കിൽ നെർവ് എൻഡിങ്ങോ, അതിന് തമ്മിലുള്ള ഗ്യാപ്പിനാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് കേട്ടോ. അതിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റിസപ്റ്റേഴ്സിൽ നിന്ന് അടുത്തുനിന്ന് ആ മെസ്സേജസ് വാങ്ങി ആക്സോൺ വഴി അതിൻ്റെ തൊട്ടടുത്തുള്ള ന്യൂറോണിൻ്റെ ആക്സോണൈറ്റിലേക്കോ അല്ലെങ്കിൽ നെർവ് എൻഡിങ്ങിലേക്കോ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതെങ്ങനെ കടന്ന് നമ്മളുടെ ബോഡിയിൽ
ഒരു നെറ്റ്വർക്കായിട്ട് ഇത് മൊത്തം ന്യൂറോൺസ് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതും ഇതിനൊക്കെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതും. പിന്നെ നോബ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ജംഗ്ഷനാണ് രണ്ടെണ്ണത്തിൻ്റെ. അപ്പം നോബ് ലൈക്ക് സ്ട്രക്ചർ ദ ടിപ്പ് ഓഫ് ആക്സിസ് കോൾഡ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഗ്യാപ്പിനാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആ സിനാപ്റ്റിക് നോബിൻ്റെ അകത്ത് ഒരു കെമിക്കൽ ഉണ്ടാവും, അവരെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു എക്സാമ്പിളാണ് എസെറ്റൈൽ കൊളൈൻ. അപ്പോൾ ഈ കെമിക്കൽ മെസ്സേജസിന് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസാണ്, അത് ഈ കെമിക്കൽ മെസ്സേജസ് ആയിട്ട് അടുത്ത ന്യൂറോണിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ നെർവസ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഷേപ്പും അതിൻ്റെ ഫങ്ഷനും നമ്മൾ പറഞ്ഞു അല്ലേ. മെസ്സേജസിനെ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് കൈമാറുക, സ്പൈനൽ കോഡിലേക്ക് ബ്രെയിനിലേക്ക് ഇതിനെത്തിക്കുക. ഇതാണ് ഇവർ ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഈ ന്യൂറോൺ ഇത് കൂടാതെ വേറെ കുറച്ച് സ്പെഷ്യൽ സെൽസും കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെ പകുതിയോളം സെൽസ് ഈ ടൈപ്പാണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോഗ്ലിയൽ സെൽ എന്നാണ് അത് നമ്മൾ പറയുന്നത്, ന്യൂറോഗ്ലിയൽ സെൽ. ഈ ന്യൂറോഗ്ലിയൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് മറ്റുള്ള സെല്ലുകൾ ഡിവൈഡൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂറോണിൻ്റെ പോലെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാനോ മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഇവർക്ക് സാധിക്കില്ല. ഇവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്താ വെച്ചാൽ, ഒന്ന് ന്യൂറോൺ സെല്ലാണ്. ന്യൂറോണിന് എന്ത് വേണം? എനർജി ഉണ്ടാക്കണം, അതിന് വേണ്ട ന്യൂട്രീഷൻ എത്തണം. അപ്പം ന്യൂട്രീഷൻ എത്തിക്കുക, സെല്ലിൻ്റെ അകത്തുണ്ടാകുന്ന വേസ്റ്റിനെ പുറത്തേക്ക് കളയുക, പ്രൊട്ടക്റ്റ് ചെയ്യുക ന്യൂറോണിനെ. അങ്ങനത്തെ ഫങ്ഷനൊക്കെ ചെയ്യുന്ന സെൽസാണ് ന്യൂറോഗ്ലിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ന്യൂറോഗ്ലിയൽ സെൽ ഒരു ടൈപ്പാണ് എപ്പെൻഡിമൽ സെൽ, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെൽ, ഷ്വാൻ സെൽ, ആസ്ട്രോസൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂറോഗ്ലിയൽ സെല്ലിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമുക്ക് ഷ്വാൻ സെല്ലിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനുണ്ടാവും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.